ഗതാഗത വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് ഉടമകളും സംഘടനകളും ടെസ്റ്റ് ബഹിഷ്കരിച്ചു. BMS, CITU ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. എറണാകുളം കാക്കാട് ഗ്രൗണ്ടിൽ നിന്ന് കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, ഈ സംഘടനകൾ ഏതൊരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? ആതിര, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം അത് ഇന്നു മുതൽ നടപ്പിലാക്കണമെന്നായിരുന്നു നിർദ്ദേശമുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നേരത്തെ ഇവർ അറിയിച്ചിരുന്ന പോലെ തന്നെ തൊഴിലാളി സംഘടനകളും ഒപ്പം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉടമകളെല്ലാം തന്നെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. നിലവിലെ ഈ പരിഷ്കരണം അത് അപ്രായോഗികമാണ്, ഈ നിർദ്ദേശങ്ങളൊന്നും തന്നെ നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ ബഹിഷ്കരണം നടത്തും, ഈ ടെസ്റ്റ് ബഹിഷ്കരിക്കും എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ ടെസ്റ്റ് പൂർണ്ണമായി തന്നെ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാനുള്ളത് കാക്കനാടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഒരു ഗ്രൗണ്ടിലാണ്. ഏകദേശം 70ഓളം ഡ്രൈവിംഗ് സ്കൂളുകൾ ഇവിടെ ടെസ്റ്റ് നടത്താറുണ്ടായിരുന്നു. 120ഓളം പേരാണ് ഒരു ദിവസം ശരാശരി ഇവിടെ ടെസ്റ്റ് നടത്തിയിരുന്നത്. എന്നാൽ ഈ നിലവിലെ നിർദ്ദേശം അനുസരിച്ച് 30 പേർക്ക് മാത്രമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കാൻ കഴിയുക. ഏതായാലും നിലവിലിപ്പോൾ ഈ ടെസ്റ്റ് മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. രാവിലെ ഇവിടെ എത്തിയതിനു ശേഷം ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പിന്നീട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ കാര്യങ്ങൾ ധരിപ്പിക്കുകയായിരുന്നു. നിലവിലെ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല, ഈ സർക്കുലർ പിൻവലിക്കുന്നത് വരെ തങ്ങളുടെ ഈ ബഹിഷ്കരണം തുടരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ഇവർ അറിയിച്ചിരിക്കുന്നത്. ആതിര, ഒറ്റ ദിവസം കൊണ്ട് സർക്കുലർ ഇറക്കിക്കൊണ്ടുള്ള പരിഷ്കാരം അപ്രായോഗികമാണെന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം പഴയപടിയാക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ ഒരു സമരം അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ആവശ്യം? ആതിര, അതായത് നിലവിലുള്ള ഈ പരിഷ്കരണം അത് കൃത്യമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളോടോ ഒന്നും തന്നെ ആലോചിക്കാതെയാണ് നടപ്പിലാക്കിയത് എന്നുള്ളൊരു ആരോപണം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ തീരുമാനം, നിലവിലുള്ള ഈ ഒരു നിർദ്ദേശവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ ഇതിൽ നിന്നും ബഹിഷ്കരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവർ പ്രധാനമായിട്ടും അറിയിച്ചത്. ഇന്ന് രാവിലെ ഈ ടെസ്റ്റിനായിട്ട് എത്തിയിരുന്നതിന് ശേഷമാണ് ഈ കാര്യം ഏതായാലും ഇവർ നേരത്തെ തന്നെ അറിയിച്ചിരുന്ന കാര്യമാണെങ്കിൽ പോലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുടെയൊക്കെ എല്ലാം തന്നെ ഇന്ന് ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നത്. ഏതായാലും ഈ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉടമകളൊപ്പം ഇപ്പോൾ ചേരുകയാണ്. എന്താണ് നിലവിൽ നിങ്ങളുടെ ഈ ഒരു ബഹിഷ്കരണത്തിന്റെ കാരണം? അതായത് നമ്മളുടെ 4/2024 എന്ന് പറഞ്ഞ സർക്കുലർ പിൻവലിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ബഹിഷ്കരണത്തിന്റെ മെയിനായിട്ടുള്ള കാരണം. അത് നിലവിലെങ്ങനെ നേരത്തെ അറിയിച്ചിരുന്നതാണ് നിലവിൽ ഇപ്പോൾ ഈ നിർദ്ദേശങ്ങൾ, അതായത് അത് അപ്രായോഗികമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് എന്തൊക്കെയാണ്? നിലവിൽ അറിയിച്ചിരുന്നതിൽ നമുക്ക് 15 വർഷമായ വാഹനങ്ങൾ, ഒന്ന് മെയിനായിട്ട് ഞങ്ങളെ ബാധിക്കുന്നത് 15 വർഷമായ വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞേക്കുന്നത്. 15 വർഷമായ വാഹനങ്ങൾ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പരിശോധിച്ച് ഫിറ്റാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത് ഏതൊരു വ്യക്തിക്കും. ആ വാഹനം നമുക്ക് മാത്രം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് ശരിയല്ല എന്നാണ്, ശരിയല്ലാത്ത തീരുമാനമാണ്. ഈ നിർദ്ദേശങ്ങൾ നിങ്ങളോട് ആലോചിച്ചതിന് ശേഷം എടുത്തതാണോ? ഒരു തീരുമാനവും ഞങ്ങളുടെ സംഘടനയായിട്ടോ ഞങ്ങളുമായിട്ടോ ആലോചിച്ചെടുത്ത തീരുമാനമല്ല. മന്ത്രി സ്വന്തം സീറ്റിൽ വന്നിരുന്നതിന് ശേഷം പെട്ടെന്നെടുത്ത തീരുമാനമാണ്. നിലവിലിപ്പോൾ ഇങ്ങനൊരു ബഹിഷ്കരണത്തിലേക്ക് കടക്കുമ്പോൾ വിദ്യാർത്ഥികളടക്കം ബുദ്ധിമുട്ടിലാവുകയാണല്ലോ. അല്ല, ഒരിക്കലും വിദ്യാർത്ഥികൾക്ക് എതിരല്ല, വിദ്യാർത്ഥിക്ക് അനുകൂലമായ ഒരു നടപടിക്രമമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം കേരളത്തിലൊട്ടാകെ ഈ 3 ലക്ഷത്തോളം കുട്ടികൾക്ക് വളരെ പാടുപെട്ടെടുത്ത സ്ലോട്ടുകൾ ഒരു അറിയിപ്പുമില്ലാതെ കോവിഡിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അത് കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്തു. ആ കുട്ടികൾ ഇന്ന് 6 മാസക്കാലത്തേക്കാണ് ഒരു ലേണേഴ്സ് എടുത്ത ലേണേഴ്സിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഒരു ലേണേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 1 കൊല്ലം കൊണ്ടോ 1.5 കൊല്ലം കൊണ്ടോ പഠിച്ച് കുട്ടികൾക്ക് ലൈസൻസ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അവർക്ക് കൂടി വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിയത്. കാരണം സ്ലോട്ട് വർദ്ധിപ്പിക്കുന്നത്, എറണാകുളത്ത് ഈ RTOസിൻ്റെ കീഴിലാണെങ്കിൽ 120 ടെസ്റ്റ് നടത്തിയിരുന്നിടത്ത് അത് 50 വീണ്ടും അത് കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് 30 കുറച്ച്. അപ്പോൾ ഇപ്പോഴും കുട്ടികൾ വളരെ വലിയൊരു ഭാഗം ഇപ്പോഴും സ്ലോട്ട് കിട്ടാതെ അലയ്യാൻ, പല കുട്ടികൾക്കും ഡേറ്റ് എടുത്ത് പുറത്തേക്ക് ടെസ്റ്റ് നടത്തി പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ട് പോലും അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതിനേക്കാളും വലിയൊരു സംഭവം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു പൊതുസമൂഹത്തിന് നല്ലത് എന്ന് പറയുന്ന വിധത്തിലോട്ട് നവംബർ മുതൽ ലൈസൻസ് കിട്ടിയ കുട്ടികൾക്ക് പോലും ഇതേവരെ ലൈസൻസ് പ്രിൻ്റ് ചെയ്ത് അവരുടെ കയ്യിലെത്തിയിട്ടില്ല. അപ്പോൾ അത്ര നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു പൊതുജനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാനുണ്ടായിരുന്നത് പോലും അത് ചെയ്യാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു 22/2 ഈ സർക്കുലർ ഇറങ്ങുന്നത്.
അദ്ദേഹം MVD ഉദ്യോഗസ്ഥന്മാരെ തീർച്ചയായിട്ടും ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി തന്നെ തീരുമാനത്തിലാണ് വന്നത്. ആ സർക്കുലർ ഉദ്യോഗസ്ഥന്മാരെ തീർച്ചയായിട്ടും ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി തന്നെ തീരുമാനത്തിലാണ് വന്നത്. ആ സർക്കുലർ ഞങ്ങളുടെ മുമ്പിൽ വെച്ചാണ് സർക്കുലർ വായിച്ചു കേൾപ്പിച്ചു. ഈ രീതിയിലാണ് ഇന്നിവിടെ ടെസ്റ്റ് നടക്കുന്നത് ഞങ്ങളെ ബോധ്യപ്പെടുത്തി. ആ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങൾ പറഞ്ഞ് ഈ സർക്കുലർ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഈ സർക്കുലർ വെച്ചുകൊണ്ട് എന്തായാലും ഇവിടെ കേരളത്തിലൊട്ടാകെ ബഹിഷ്കരണം നടക്കുകയാണ്, ടെസ്റ്റ് നടത്താൻ കഴിയില്ല എന്നുള്ള കൃത്യമായി ഞങ്ങൾ ബോധിപ്പിച്ചു. ഇന്ന് ആരെങ്കിലും ടെസ്റ്റിന് വേണ്ടി വിദ്യാർത്ഥികളൊക്കെ എത്തിയിരുന്നു? എനിക്ക് തോന്നുന്നു 2 പേരായിട്ട് ഇവിടെ എത്തിയെന്ന് തോന്നുന്നു. പക്ഷേ അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും എന്നാൽ അതിൻ്റെ ഭാഗമായി അവർ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് അവർ തിരിച്ചുപോയി. അവർക്കും അവർ ആവശ്യപ്പെട്ടിട്ടില്ല, ടെസ്റ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടില്ല. ഏതായാലും വളരെയധികം നന്ദി. ഏതായാലും ആതിര, ഈ കാര്യങ്ങൾ തന്നെയാണ് നിലവിലുള്ള നിർദ്ദേശം. അത് കൃത്യമായി തന്നെ ആലോചിക്കാതെയാണ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇതിലെ പ്രായോഗികമല്ലാത്ത ചില നിർദ്ദേശങ്ങളുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കടുത്ത നടപടി, ബഹിഷ്കരണം എന്ന ഒരു കടുത്ത നടപടികളിലേക്ക് തന്നെ ഈ കടന്നിരിക്കുന്നത്. ആതിര, കിരണി, ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടയുന്നതടക്കം RTO ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളുമായി സഹകരിക്കുന്നില്ലെന്നാണ് സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. എത്രത്തോളം ഈ ഒരു സമരം ഘടിപ്പിക്കാനാണ് ഇപ്പോൾ നിലവിൽ അവരുടെ ഒരു തീരുമാനം? അതോടൊപ്പം ഏതൊക്കെ സംഘടനകളാണ് നിലവിൽ ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്? അതിലേതായാലും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉടമകളുടെ സ്കൂൾ ഉടമകളോടൊപ്പം തന്നെ ഇപ്പോഴും ശരിയാണ്. എന്താണ് ചേട്ടൻ നേരത്തെ പറയാനായിട്ട്? അതായത് ഇപ്പോൾ ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥ, എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ വണ്ടിയിലും ഡാഷ്ബോർഡ് ക്യാമറ ഫിറ്റ് ചെയ്യണം. ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് അത് റെക്കോർഡ് ചെയ്തിട്ട് ആ കാർഡ്, എന്താ പറയുക, മെമ്മറി കാർഡ് ഊരി RTO ഓഫീസിൽ കൊണ്ട് കൊടുക്കണം. എന്നിട്ട് അവരത് റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ചു തരും. അപ്പോൾ ഇതിന് പകരം എന്തിനാണ് ഇതൊരു തുക്കിളക്കിയൻ ഇതാണിത്. കാരണം ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സെറ്റ് ക്യാമറയായിട്ട് വന്നിട്ട് ഓരോ വണ്ടിയിലും ക്യാമറ വെച്ച് ടെസ്റ്റ് നടത്തിയിട്ട് അവർ പോകുന്നിടത്ത് ക്യാമറ എടുത്തുകൊണ്ട് പോയാൽ പോരെ. ഇത് ഓരോ ഡ്രൈവിംഗ് സ്കൂൾ, ഇതെന്തോ ഡ്രൈവിംഗ് സ്കൂളുകാരോട് എന്തോ വൈരാഗ്യം പോലെയാണ് ഇത് കാണിക്കുന്നത്. ഇങ്ങനെ ഈ സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ ഭാവിയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് സമരം കടുപ്പിക്കാനായിട്ടുള്ളൊരു തീരുമാനം? ഞങ്ങളുടെ മരണം വരെ സമരം ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ ജീവിതമാർഗ്ഗം ഇത്. വേറെ ഒരു മാർഗ്ഗവും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വേറെ തൊഴിലും അറിയാൻ പാടില്ല. പിന്നെ ഈ പ്രായമായ ആൾക്കാർക്കൊക്കെ ഇനി പോയിട്ട് ടാക്സി ഓടിക്കാൻ പോകാനൊന്നും പറ്റുമൊന്നുമില്ലല്ലോ. ഇതാണ് നമ്മുടെ ജോലി. ഞാൻ 41ാമത്തെ വർഷമാണ്. 41 വർഷമായിട്ട് നമ്മൾ അന്നം കഴിച്ചുകൊണ്ടിരിക്കുന്ന ജോലിയാണിത്. ഇത് ഇട്ടെറിഞ്ഞിട്ട് ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കണ്ടേ? അപ്പോൾ അത് ഞങ്ങൾ മരണം അറ്റം വരെയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ച ഇതിനകത്തില്ല. ഓക്കെ. ഏതായാലും ആതിര, ഈ സമരം അത് വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല, അതായത് ഈ നിലവിലുള്ള സർക്കുലർ അത് പിൻവലിക്കുന്നത് വരെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും ഈ തൊഴിലാളികളുടെ ഉടമകളുടെ സംഘടനകൾ കൂടി അറിയിക്കുന്നത്. ആതിര, തന്നെയാണ് ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് ഒരു നീണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പാക്കുന്നതെന്ന ആരോപണവും കൂടി ഉയർന്നിരുന്നു. അതപ്പം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിന് നിലവിലെ ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ പലപ്പോഴും ഈ നിലവിലിപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ കൈവശം ഇരിക്കുന്ന വാഹനങ്ങളിൽ പലതും ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അതായത് 15 വർഷത്തിൽ കൂടുതൽ കാലപഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുത്, ഓട്ടോമാറ്റിക് വണ്ടികൾ ഉപയോഗിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കുക. അതായത് സർക്കുലർ ഇങ്ങനൊരു നിർദ്ദേശം വന്ന് അത് പെട്ടെന്നൊരു ദിവസം പ്രാവർത്തികമാക്കുന്ന സമയത്ത് അതിൻ്റെ ചില പ്രായോഗിക വശങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ കണക്കിലെടുത്ത് ഇത് ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ, അതായത് നിലവിലിപ്പോൾ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കണം എന്നുള്ളൊരു നിർദ്ദേശം അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടക്കമുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ പ്രായോഗികമായി ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കാൻ കഴിയാത്ത രീതിയിലാണ് ഏതായാലും ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും ഈ ബഹിഷ്കരണം തുടരും. ഏതായാലും ഇന്ന് പോലും ഡ്രൈവിംഗ് സ്കൂളുകൾ ഉടമകൾ നേരത്തെ അറിയിച്ചതിനെ തുടർന്ന് തന്നെ വിദ്യാർത്ഥികളാരും ഡ്രൈവിംഗ് പഠിക്കുന്ന ആരും തന്നെ ഇന്ന് ടെസ്റ്റിന് എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ടെസ്റ്റ് മുടങ്ങുകയും പിന്നീട് അത് ലേണേഴ്സ് നിലവിൽ കൈവശമുള്ള ആളുകളുടെ ലേണേഴ്സിൻ്റെ കാലാവധിക്ക് തീരാൻ വരെ കാരണമാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ആതിര, കിരൺ തുടരുക. ഇപ്പോൾ തിരുവനന്തപുരം മുട്ടത്തറ ഗ്രൗണ്ടിൽ നിന്ന് ശാലിനി കൂടി ചേരുന്നുണ്ട്. ശാലിനി, ഗതാഗത വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. മറ്റ് വിവരങ്ങൾ കൂടി.
സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രതിഷേധമാണ് ഈ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് തലസ്ഥാന ജില്ലയിലും ആ ഒരു പ്രതിഷേധം ശക്തമാകുന്നത്. ഏകദേശം 86-ലധികം ഡ്രൈവിംഗ് സ്കൂളുകളാണ് ഏകദേശം നിശ്ചലമായ മണിക്കൂറിലൂടെ കടന്നു പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മുട്ടത്തറയിലാണ്. മുട്ടത്തറയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സംസ്ഥാന സർക്കാരിന് കീഴിൽ വരുന്ന കേന്ദ്രത്തിന് മുന്നിലാണ്. ഇവിടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്, കരിദിനം ആചരിക്കുന്നുണ്ട്. അത്തരത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഈ പരിഷ്കരണത്തിനെതിരെ ഉയരുന്നത്. CITU ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകളും ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവരോട് തന്നെ ചോദിച്ചറിയാം ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇത്രയധികം രീതിയിൽ പുറത്തേക്ക് വന്നത്, അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനം. ചേട്ടാ, എന്താണ് ഈ ഒരു പ്രതിഷേധം ഇത്രയധികം കരുതനവും ഇത്തരത്തിലുള്ള ശക്തമായ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? അതെ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് 4/24 ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലർ പറയുന്ന കാര്യങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. ഞങ്ങളെല്ലാം സാധാരണക്കാരാണ്. അതിനകത്ത് 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ പഠിപ്പിക്കാനോ ടെസ്റ്റിന് കയറാനോ അനുവദിക്കുന്നതല്ല. ഈ 2 വീലർ ലൈസൻസിന് 2 കാറ്റഗറിയാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വിത്ത് ഗിയറും ഒന്ന് വിത്തൗട്ട് ഗിയർ. വിത്തൗട്ട് ഗിയറുള്ള വാഹനം കാൽപാദം കൊണ്ടുള്ള വാഹനത്തിൽ മാത്രമേ ടെസ്റ്റ് കയറാവൂ എന്നാണ് വിത്ത് ഗിയറിനകത്ത് അവർ പറയുന്നത്, ഈ സർക്കുലർ പറയുന്നത്. ഞങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. കാരണം ഗിയർ ഘടിപ്പിച്ച ഏത് വാഹനം ഓടിച്ചാലും വിത്ത് ഗിയറാണ്. അതിനുള്ള കാലകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ മോട്ടോർ ആക്ടിൽ ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ആരോടും ആലോചിക്കാതെ ഒന്നും ചെയ്യാതെ ഗണേഷ് കുമാർ തീരുമാനിച്ച് സർക്കുലർ അയപ്പിച്ചു എന്നാണ് പറയണത്. പിന്നെ ഡാഷ് ബോർഡിൽ ക്യാമറ ഘടിപ്പിക്കുക ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. സാധാരണക്കാരാണ് ഞങ്ങളാരും വലിയ സാമ്പത്തികമുള്ളവരല്ല. സ്വയം തൊഴിൽ കണ്ടെത്തി ഈ സംരംഭത്തിൽ വന്നവരാണ്. ഇതിനകത്ത് ഞങ്ങൾക്ക് സർക്കാർ തലത്തിലോ ആരുടെ ഒരു ധനസഹായം നാളെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ പലിശക്കെടുത്തും ഒക്കെയാണ് കടങ്ങൾ വാങ്ങിച്ചൊക്കെയാണ് സർക്കാരിനടങ്ങിയുള്ള പൈസ അടച്ച് അവർ പറയുന്ന ഫെസിബിലിറ്റി എല്ലാം ചെയ്ത് പെർമിറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. ഞങ്ങളിൽ ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്നത് സാധിക്കുന്ന കാര്യമല്ല. ഇതിനെതിരായിട്ടാണ് ഞങ്ങൾ പ്രതിഷേധം. 4/24 എന്നുള്ള സർക്കുലർ പിൻവലിക്കും വരെ ഞങ്ങൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ച് തന്നെ മുന്നോട്ട് പോകും. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് ഒരു പരിഷ്കരണം കൊണ്ടുവന്നതെന്നാണ് അതിനകത്ത് അതൊരു പറയാനുണ്ട്. കാരണം 86 സ്ഥലത്താണ് കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ. 6 സ്ഥലത്താണ് സർക്കാരിൻ്റെ സ്ഥലമുള്ളത്. അതിനകത്ത് നവീകരിച്ചിട്ടുണ്ട് ഏറെക്കുറെ. കംപ്ലീറ്റ് ആയിട്ടില്ല, ഏറെക്കുറെ. ബാക്കി സ്ഥലങ്ങളൊക്കെ ഡ്രൈവിംഗ് സ്കൂളുകാർ കണ്ടെത്തിയ സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഇത് നവീകരിക്കാൻ പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് താങ്ങുന്നതല്ല. പിന്നെ ഈ എല്ലാ സ്ഥലത്തും ഒരേപോലെ സിലബസ് വരട്ടെ, എന്നിട്ട് നമ്മൾ ഉൾക്കൊള്ളാം തയ്യാറാണ്. പിന്നെ ഈ 4/24 എന്നുള്ള സർക്കാർ എന്തായാലും പിൻവലിച്ചേ പറ്റും. അത് ഞങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളുന്നതല്ല. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. അനിശ്ചിതകാലം ഞങ്ങൾ സമരത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. സാധാരണക്കാർക്ക് ഒരു തിരിച്ചടിയാണ് സർക്കുലർ. സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള നിർധനരായ ഡ്രൈവിംഗ് സ്കൂളുകളെ ഉന്മൂലനം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഏകപക്ഷീയമായിട്ട് മന്ത്രി എടുത്ത തീരുമാനമാണ്. അത് ഈ ഡ്രൈവിംഗ് സ്കൂളിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള ഇത്രയും മാസമായി ഫുൾ ഫീസ് അടച്ച് ടെസ്റ്റ് പാസ്സായ കുട്ടികൾക്ക് ഇന്ന് ലൈസൻസ് കിട്ടിയിട്ടില്ല. പറയുന്നതിൽ സർക്കാരിൻ്റെ കാശില്ല, ഈ പ്രിന്റ് ചെയ്യുന്ന കമ്പനിക്ക് കൊടുക്കാൻ കാശില്ല. ഈ കുട്ടികൾ അടച്ച പൈസ എവിടെ പോയി? അതിനൊക്കെ ഒരു മാർഗം കാണാതെയാണ് നിലവിൽ ജീവിച്ചു പോകുന്ന ഈ സ്കൂളുകാരെ ഉന്മൂലനം ചെയ്യിപ്പിക്കാൻ വേണ്ടി. നമുക്കൊക്കെ മക്കളുണ്ട്, നമ്മളെ മക്കൾ പഠിക്കണം, ജീവിക്കണം. നമുക്ക് ഇത്ര പെട്ടെന്ന് ഈ 15 വർഷമായി നമ്മളെ ഏക ആവശ്യം എന്ന് പറഞ്ഞാൽ 4/2024 സർക്കുലർ പിൻവലിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. പഴയ രീതിയിൽ നമുക്ക് ആരും ഒരു ഇതും വേണ്ട. അവർ ടെസ്റ്റ് ഏത് രീതിയിൽ വേണോ നടത്തിക്കോട്ടെ. ടെസ്റ്റിന്റെ പൂർണ്ണമായിട്ട് നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ്. ഇപ്പോഴത്തെ ടെസ്റ്റൊക്കെ വളരെ ടൈറ്റാണ്. ഇപ്പം നിങ്ങൾ പരിശോധിക്കാം, ഈ അടുത്ത സമയങ്ങളിൽ ഉണ്ടായ ടെസ്റ്റ് വിജയ ശതമാനം വളരെ കുറവാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ സൂപ്പർ ടെസ്റ്റ് നടത്തി 98 കുട്ടികൾ പങ്കെടുത്തതിൽ 14 പേരെ ജയിച്ചിട്ടുള്ളൂ, സ്കൂട്ടറിനും കാറിനും കൂടെ. അപ്പം എത്രത്തോളം നമ്മളെ ഉപദ്രവിച്ച് 1-ാം തീയതി തൊട്ട് സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്ന സ്ലോട്ട് എല്ലാം ക്യാൻസലായി COVID-19 എന്നുള്ള പേരിലാണ്. എന്നിട്ട് വീണ്ടും പെട്ടെന്ന് മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ശേഷം സ്ലോട്ട് ഓപ്പൺ ചെയ്ത്. ഇതിന്റെ ആവശ്യം എന്താണ്? ഇതൊക്കെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുവരേണ്ട കാര്യമല്ലേ? 30 എന്നുള്ളതോ 60 എന്നുള്ള ഒരു ഘട്ടമായിട്ട് കുറച്ച് സമയമെടുത്ത് കൊണ്ടുവരണം. അതനുസരിച്ച് കൊണ്ടുവരണം. ദിവസങ്ങളായിട്ട് നമുക്ക് ഡേറ്റ് കിട്ടുന്നില്ല. പിള്ളേർ ലേണേഴ്സ് പാസ്സായിട്ട് ഡേറ്റ് കിട്ടുന്നില്ല. ലേണേഴ്സ് പാസ്സായി ഡേറ്റ് കിട്ടാതെ നമ്മളിങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും. അവരുടെ കുട്ടികളുടെ പേരൻസിൻ്റെ ഇടയിൽ നിന്നുള്ള ഒരുപാട് പ്രഷർ. തോറ്റുപോയ കുട്ടികൾക്ക് ഡേറ്റ് കിട്ടുന്നില്ല. ഇതാണ് ആ ഒരു രീതി. സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സർക്കുലർ പിൻവലിക്കും വരെ പ്രതിഷേധം ശക്തമാക്കുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം വിവിധ സംഘടനകൾ, ഈ സംയുക്ത സമരസമിതിയുടെ കീഴിൽ വിവിധ സംഘടനകൾ ഈ ഒരു പ്രതിഷേധവുമായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഇവിടെ എത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. പോലീസിന്റെ സുരക്ഷ ഈ കേന്ദ്രങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുട്ടത്തറയിലെ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് സ്റ്റേഷനാണ്. സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചുരുക്കം ചില സെന്ററുകളിൽ ഒരു സെന്ററാണ് ഈ മുട്ടത്തറയിലെ സെന്റർ എന്നുള്ളത്. സ്വാഭാവികമായും പോലീസിന്റെ സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ
ശക്തമായൊരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഈ ഒരു ഉദ്യോഗാർത്ഥികൾ, ഒപ്പം തന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് നടത്തുന്ന സ്കൂളുകളുടെ ഓണർമാർ, അവരൊക്കെ തന്നെ സ്വയം തൊഴിൽ എന്നുള്ള രീതിയിലാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. പക്ഷേ പരിഷ്കരണം ആവശ്യമാണ്, അത് നടത്താം. പക്ഷേ മന്ത്രി സ്വന്തം ഇഷ്ടത്തിന് മറ്റൊരു രീതിയിലുള്ള നടപടികളും പാലിക്കാതെയാണ് ഇത്തരത്തിലൊരു പരിഷ്കരണം പെട്ടെന്ന് നടത്തുന്നത് എന്നുള്ളൊരു വിമർശനമാണ് ഉയരുന്നത്. പല സ്ഥാപനങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്, ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നടപടികളും എടുക്കാതെയാണ് ഈ ടെസ്റ്റിൽ പരിഷ്കരണം കൊണ്ടുവന്നത്. പൂർണ്ണമായും സിലബസിനെ അനുകൂലിക്കുന്നു എന്നാണ് ഇവർ ഓരോരുത്തരും വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ മന്ത്രി ഇടപെട്ട് നടത്തിയിട്ടുള്ള ഈ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവ് അത് അംഗീകരിക്കില്ല, അത് പിൻവലിക്കും വരെ കരിദിനവും പ്രതിഷേധവും ഒക്കെയായി അനിശ്ചിതകാല സമരം തുടരുമെന്ന് തന്നെയാണ് തലസ്ഥാനത്തെയും ഈ ഒരു സംയുക്ത സമരസമിതി നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതുതന്നെയാണ് ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള ഒരു പരിഷ്കരണം അത് അപ്രായോഗികമെന്ന സംഘടനകളുടെ നിലപാട് അവർ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒറ്റ ദിവസം കൊണ്ടുള്ള സർക്കുലർ ഇറക്കിക്കൊണ്ടുള്ള പരിഷ്കാരമാണ് ഈ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് നീളാനുള്ള ഒരു കാരണമായി മാറിയിരിക്കുന്നത്. അത് തന്നെയാണ് കാരണം അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഒരു കൂടിയാലോചനകളില്ലാതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളൊന്നും പാലിക്കാതെയാണ് ഗതാഗത മന്ത്രി ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കിയത് എന്നുള്ളതാണ് ഓരോ ഉടമകളും അല്ലെങ്കിൽ ഓരോ ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സ്കൂളുകളുടെ ഉടമകളും പറയുന്നത്. കാരണം അത്തരത്തിൽ അടിയന്തരമായി എന്ത് കാരണത്താലാണ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഒരുക്കാതെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ കാര്യങ്ങൾ പരിശോധിക്കാതെ എന്തിന് ഇത്തരത്തിലൊരു പരിഷ്കരണം നടത്തി എന്നുള്ളതാണ് അവർ ഓരോരുത്തരും ചോദിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെ നൂറുകണക്കിന് പോലീസിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഈ ഒരു സംയുക്ത സമരസമിതിക്ക് കീഴിൽ CITU ഉണ്ട്. ഇടത് യൂണിയൻ ആദ്യം മുതൽ തന്നെ ഈ ഒരു വിഷയം ഗതാഗത മന്ത്രി അവതരിപ്പിച്ചപ്പോൾ മുതൽ തന്നെ അവർ പ്രതിഷേധം അറിയിച്ചതാണ്. അതിന് തൊട്ടു പിന്നാലെ തന്നെ CITU പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. BMS ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. മറ്റ് സംയുക്ത സമരസമിതിയിൽ വിവിധ സംഘടനകൾ ഇതിന്റെ ഒരു ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. വനിതാ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളടക്കം ഇവിടെ എത്തി പ്രതിഷേധം നടത്തുന്നുണ്ട്. കാരണം സ്കൂളുകൾ പൂട്ടട്ടെ എന്നുള്ളൊരു നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ്. തന്നെ ഇപ്പൊ എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? എന്താണ് മന്ത്രിയോട് പറയാനുള്ളത്? ഇടിപിടിയുന്ന ഒരു ഞങ്ങൾക്ക് ഇപ്പൊ കൊണ്ടുവരുന്ന കാര്യങ്ങളൊന്നും നടത്താൻ ഇപ്പൊ പറ്റൂല. ചിലവരൊക്കെ പറയും പറ്റുമെന്ന്. ഞങ്ങൾക്ക് സ്ത്രീയൊക്കെ പറ്റൂല. ഞങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഒരുപാട് പാവപ്പെട്ടവർ ഇതിനകത്തുണ്ട്. അത്രയും സ്വർണ്ണക്കരണ്ടിയോടെ ജനിച്ച് വന്നതല്ല. എല്ലാരും ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഗിയറുള്ള വണ്ടി 60 വയസ്സായ അമ്മമ്മയ്ക്ക് എടുത്ത് കൊടുക്കട്ടെ, അമ്മമ്മ ഓട്ടിക്കോ ഗിയറുള്ള വണ്ടി? അല്ല, അമ്മക്ക് പഠിപ്പിക്കാൻ പറ്റൂല, അമ്മക്ക് ഗിയറില്ലാത്ത വണ്ടിയെ പഠിപ്പിക്കാൻ അറിയാവും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ 15 വർഷത്തെ വണ്ടി, ഞങ്ങൾക്ക് വഴക്കല്ല മോളെ, 15 വർഷത്തെ വണ്ടി, ഈ വണ്ടി കയറാൻ പറ്റൂല ഇന്നോട്ട്. ഈ വണ്ടി ഇന്നോട്ട് കയറാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ പുതിയ വണ്ടി എല്ലാവർക്കും എടുക്കാൻ പറ്റുമോ? എടുക്കണമെങ്കിൽ ലോൺ എടുക്കണം. ഒരുപാട് ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി വരെ എല്ലാവരും ലോൺ എടുത്തിട്ടിരിക്കുന്നതാണ്. അതിന് പോലും അടവ് നടക്കുന്നില്ല പുതിയ രീതി വന്നപ്പം. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് വീട്ടിന്റെ വാടക കൊടുക്കണം, സ്കൂളിന്റെ വാടക കൊടുക്കണം, വീട്ടിന്റെ കറണ്ട് ബില്ല് അടയ്ക്കണം, സ്കൂളിന്റെ കറണ്ട് ബില്ല് അടയ്ക്കണം, വണ്ടിയുടെ പൈസ അടയ്ക്കണം. ഒരു 2 വീലർ ഉണ്ടെങ്കിൽ തന്നെയും നമുക്കത് ലോണാണ്. ആ രീതിയിൽ ഞങ്ങളെ ഇങ്ങനെ പിന്നെ ചോറ്റിൽ മണ്ണ് വാരിയിട്ട് കണക്കാണ് മന്ത്രി ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് നമുക്ക് ഇത് മാറണം, ഇത് മാറി കിട്ടണം. 15 വർഷത്തെ വണ്ടി ഞങ്ങൾ പുതിയത് എടുത്തൊന്ന് വെച്ചോ, അല്ലെങ്കിൽ കുറച്ചു പേർക്ക് പുതിയ വണ്ടി ഉണ്ട്. ആ വണ്ടി എടുത്തു കഴിഞ്ഞാൽ മോളെ, ഇതാ ഈ റോഡ് നമ്മളെ കൂടെ വരാവോ? അവിടെ കിടക്കുന്ന കുഴിയുണ്ടോ? ആ കുഴിയിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് കുട്ടികളുടെ കയറ്റാൻ പറയും. നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരാണോ? നിങ്ങൾക്ക് എടുക്കാവോ ആ കുഴി? എടുക്കാവോ? ഒരു ഡോക്ടർ കുട്ടി പഠിച്ചിറങ്ങിയ ഡോക്ടർ ആയോ? അത് എത്ര എണ്ണത്തിനെ വെട്ടിയും കൊന്നും വന്നാണ് ഡോക്ടർ ആവണ. അതുപോലെ ഇത്രയും കാലം ഡ്രൈവിംഗ് പഠിപ്പിച്ച് ഞങ്ങൾ വിട്ടിട്ട് എല്ലാവരും വണ്ടി ഓടിക്കുന്നുണ്ട്. അവർ പ്രാക്ടീസ് ചെയ്യണം. ഈ കുഴിയിൽ കൊടുത്ത് ഈ റോഡ് മൊത്തം വരുമ്പോൾ പുതിയ വണ്ടി 10 ദിവസം കൊണ്ട് സാറേ കട്ടപ്പുറത്ത് കയറും. ആര് നന്നാക്കും? ഈ സ്ഥലത്ത് ഞങ്ങൾ എങ്ങനെ പഠിപ്പിക്കും? ഞങ്ങൾക്ക് തിരിച്ച് വണ്ടി 10 ദിവസം കഴിഞ്ഞ് ഈ വണ്ടി ചീത്തയായാൽ സർക്കാർ ഞങ്ങൾക്ക് നന്നാക്കി തരാമെങ്കിൽ ഞങ്ങൾ ലോൺ എടുക്കാം. അതും നമുക്ക് മാർവാടി ലോണേ എടുക്കാൻ പറ്റൂ. ബാങ്ക് ലോൺ ഞങ്ങൾക്ക് കിട്ടത്തില്ല. കാര്യം നമുക്ക് കിട്ടൂല. ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരല്ല. ഞങ്ങളിങ്ങനെ നിരങ്ങി പഠിപ്പിച്ചു പോണവരാണ്. ഈ 10-30 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ശല്യം ഒരു സർക്കാരിനെ കൊണ്ടില്ലായിരുന്നു. ഇപ്പം ഗണേഷ് കുമാർ കയറി നമുക്ക് എല്ലാം വഞ്ഞേരി മുട്ടിച്ച് ഞങ്ങളെ ഞങ്ങൾക്കൊന്നും ഇപ്പൊ അഡ്മിഷൻ ഒന്നും ഇല്ല. സാറ് റേഷൻ വിലയ്ക്കാണ് പഠിപ്പിക്കാൻ പോണത്. BPL കാർഡിനൊന്ന്, അതഴിച്ച കാർഡൊന്ന്, അതിനടുത്ത കാർഡിനൊന്ന്. ഞങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ആകെ മേടിക്കുന്ന 10-12 രൂപ അത് ഈ പാവപ്പെട്ടവർ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. സാറേ 2000-3000 ആ ക്ലാസ് തീരണതിനകത്ത് പിച്ച് തരണമാണ് ഞങ്ങൾ വാങ്ങിക്കണം. എന്താണ്? ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ടാണ്. ഈ പറയണം എനിക്ക് വേണം സാറേ 8000 രൂപ വരെ മരുന്ന്.
ഞങ്ങൾ ഇതുകൊണ്ടാണ് നിൽക്കുന്നത്. മക്കളെ കല്യാണം കഴിച്ചു വിട്ട് മക്കളെ പിറകെ പോകാൻ പറ്റുമോ? ഞങ്ങൾക്ക് മക്കളെ മുമ്പ് പോകാൻ പറ്റുമോ? മക്കളെ മുമ്പ് കൈ നീട്ടാൻ പറ്റുമോ? അന്യമ വേല ചെയ്ത് കൊടുക്കണം. പക്ഷെ ആ മക്കളുള്ള അമ്മയാണെങ്കിൽ പറയാ, എനിക്ക് 2 പെൺമക്കളാ, അവരെ പിറകെ ചെന്ന് മരുന്നിന് മേടിക്കാൻ കൊള്ളാം. അവരെ ജീവിതത്തിൽ നമ്മൾ വിട്ടുകൊടുക്കണ്ടേ? അമ്മയ്ക്കും കൂടെ ചെലവിന് തരണോ? അമ്മക്കൊരു തൊഴിലുണ്ടല്ലോ, ആ തൊഴിൽ ചെയ്ത് ഞങ്ങൾ പെണ്ണുങ്ങൾ ജീവിക്കാൻ നിൽക്കുമ്പോൾ, ആ പെണ്ണും ആണും ജീവിക്കാൻ നിൽക്കുമ്പോൾ ഇതിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നാൽ ഒരു കാര്യവും നടക്കൂല. ഇവരൊന്നും പറഞ്ഞ കണക്കൊന്നുമല്ല. ഞങ്ങൾ പെണ്ണുങ്ങൾ ഇവിടെ കയറട്ടണമെങ്കിൽ ഞങ്ങൾ ഈ 15 വർഷത്തെ വണ്ടിയും കൊണ്ടേ കയറുള്ളൂ. ഇല്ലേ, ഞങ്ങളെല്ലാരും, ഞങ്ങൾക്ക് വേറെ വണ്ടി ഇല്ല. ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാൻ പോലും ഇപ്പൊ പൈസ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ 15 വർഷത്തിന് മുമ്പേ ഉള്ള വണ്ടിക്ക് എത്ര രൂപ കൊടുക്കണം? അതിപ്പം നമ്മളെ കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി വരെ നമ്മൾ മാർവാടി CCക്ക് ഇട്ടിരിക്കുന്ന വണ്ടിയാണ്. ഇനി അടുത്ത വണ്ടി ഇട്ട് നമ്മൾ എങ്ങനെ ചെയ്യും? അല്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ ഇല്ല. ഈ റേഷൻ വിലയ്ക്ക് ഒന്ന് ജൂവലറി പരസ്യം ഞങ്ങൾ ഇന്നൊക്കെ ചെയ്യും. ജൂവലറി പരസ്യമാണ് ചെയ്യണത്. ഇതൊക്കെ ആർക്ക് വേണ്ടി? സാറേ, ഞങ്ങൾ ആര് സ്വർണ്ണക്കരണ്ടിയിൽ ജനിച്ചു വന്നവരല്ല. ഈ സ്വർണ്ണക്കരണ്ടിയിൽ ജനിച്ചു വന്നവർക്കേ അറിയാവൂ. അവർക്ക് പണത്തിനോടോ ഒന്നിനും ഒരു വിഷമവും ഇല്ല. അട്ടി ബാങ്കിൽ കിടപ്പുണ്ട്. ഈ ഞങ്ങൾക്ക് ഒന്നുമില്ല സാറേ. ഞങ്ങൾ അക്കൗണ്ട് എടുത്ത് നോക്ക്, ഞങ്ങൾ 0 ബാലൻസുകാരാണ് സാർ. നോക്ക്, ഞങ്ങൾ അക്കൗണ്ട് എടുത്ത് നോക്ക്, ഞങ്ങൾ 0 ബാലൻസുകാരാണ്. ഞങ്ങൾ ആരും ബാങ്കിൽ നിറച്ചിട്ടിട്ടല്ല ഇരിക്കുന്നത്. നമ്മൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് വെള്ളം കുടിക്കാതെയാണ് ഞങ്ങൾ നേരം വെളുത്ത് ഇവിടെ വരണത്. വന്നിട്ട് പോണം. ഇപ്പൊ എന്തൊരു മെനങ്ങാന്ന് വിജിലൻസിനെ പറഞ്ഞു വിട്ടിട്ട് 5:30 മണി 6 മണി നിക്കാം. നമ്മൾ ടെസ്റ്റിന് ഇവർ പറയണ രാത്രി വരെ നിക്കാം. പക്ഷെ പാസ്സാക്കുന്നില്ല. മനഃപൂർവ്വം സാറ് പറയാനായിട്ട് 6 മിനിറ്റ് കൊണ്ട് ഇവിടെ ടെസ്റ്റ് പാസ്സാക്കി വിടുമെന്ന് തന്നെ. 6 മിനിറ്റില് ഞാൻ ചോദിക്കട്ടെ, റണ്ണിങ് ടെസ്റ്റ് വന്ന ശേഷം പെട്ടെന്ന് കയറി ഇറങ്ങാം. കുട്ടികൾ പെട്ടെന്ന് കയറി അച്ചെടുക്കുമല്ലോ, തോക്കുന്നത്. അല്ലെങ്കിൽ അവർ ഫെയിലാണ്. റണ്ണിങ് അല്ലെങ്കിൽ ഈ റണ്ണിങ് അല്ലാത്ത സമയം മിനിറ്റ് കണക്കിന് എടുക്കാം. എന്നുവെച്ചാൽ സമയം എടുക്കും. നമ്മൾ കമ്പി നോക്കി, ലൈൻ നോക്കി. നമുക്കിവിടെ അത് പറ്റൂല. സാർ അങ്ങോട്ട് നോക്കിയേ, ലൈൻ വരച്ചിട്ടുണ്ട്. ആ വൈറ്റ് ലൈനിൽ തട്ടിയാൽ ടയർ ഇത്ര തട്ടിയാൽ മതി. ഇവർ കൊടുക്കൂല സാർ. ഞങ്ങൾ കയറി ചെന്ന് ചോദിച്ചാൽ തൊക്കാൻ തട്ടി. ഇവിടെ ഈ മുട്ടത്തറ ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും തരണില്ല. ഒരു വിട്ടുവീഴ്ച ഞങ്ങൾക്ക് തരില്ല. ഇപ്പൊ ഒരു സാർ കയറി. ഈ സാറ് ഗണേശ് സാറിന്റെ അനിയനാണോ എനിക്ക് അറിഞ്ഞൂടാ. അനിയനാണോ എനിക്കറിയില്ല. ഒരു മനുഷ്യനെ പാസ്സാക്കി തരണില്ല. നല്ലപോലെ വോട്ടിങ്ങിനെ കുട്ടി ഒന്നും അല്ലെങ്കിൽ എഴുതി വെക്കും, ലെഫ്റ്റ് നോക്കിയില്ല അല്ലെങ്കിൽ റൈറ്റ് നോക്കിയില്ല. ഇതാണ് അയാൾ പറയണത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത്രയും കാലം പഠിപ്പിച്ച കുട്ടികൾ വണ്ടി ഓട്ടിക്കുന്നുണ്ടോ? സാറേ, നിങ്ങളും ഒക്കെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചതാണല്ലോ. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു വണ്ടി എടുത്ത് കൊണ്ടുപോകണം. അങ്ങനെയാണ് കൈ തെളിയണത്. ചില കുട്ടികൾ കൈ തെളിയണ്ട, അവർ തനിയെ എടുത്തോണ്ട് പോയിക്കോളും. ചില കുട്ടികൾക്ക് കൈ തെളിയണം. അതിന് ഗണേഷ് സാറ് പറയണത് ഞങ്ങൾ പഠിപ്പിച്ച് വിട്ട